5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 3-ാം വാക്യം ദയവായിട്ട് വായിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഏകദേശം കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞു, അതൊന്ന് ക്ലിയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പുരുഷാരത്തെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അതിന്റെ അവസാനം 7-ാമത്തെ അധ്യായത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, പുരുഷാരം അവന്റെ വാക്കിൽ വിസ്മയിച്ചു, അധികാരമുള്ളവനായിട്ടല്ലോ അവൻ സംസാരിച്ചത്, ന്യായശാസ്ത്രിമാരെ പോലെ അല്ല. ഒരു സംശയം എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞു, there is a clear distinction between the crowd, the multitude and the disciples. And who is a disciple? അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അപ്പൊ ആ ഡിവിഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഗിരിപ്രഭാഷണത്തിലെ ഉപദേശങ്ങൾ, it is addressed to the kingdom kids, the principle of the kingdom of God. ദൈവരാജ്യത്തിന്റെ ആ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് കർത്താവ് പറയുന്നത്. അത് ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, പുരുഷാരത്തോടല്ല എന്ന് ഞാൻ പറഞ്ഞു. സംശയം ചോദിച്ചത്, അവിടെ ഒടുവിൽ എഴുതിയിട്ടുണ്ടല്ലോ പുരുഷാരം വിസ്മയിച്ചു, എന്തുകൊണ്ട് അങ്ങനെ പറയും? നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ പുരുഷാരം അവിടെയുണ്ട്, സംശയമില്ല. In the hearing of the crowd, Jesus spoke these things to his disciples. That is very clear. വളരെ ക്ലിയർ ആണ്. ശിഷ്യന്മാര് അവന്റെ അടുക്കൽ വന്നു, അവരോട് തിരുവായി ഒഴിഞ്ഞ് സംസാരിച്ചു. അപ്പോൾ the target audience was the disciples, not the crowd. But Jesus said these things in the hearing of the crowd. പുരുഷാരം കേൾക്കയാ പറഞ്ഞത്, പക്ഷെങ്കിൽ യേശുവിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഡിസൈപ്പിൾസ് ആയിരുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാരായിരുന്നു. അതിന് പാരലായിട്ടുള്ള വേദഭാഗം കൂടെ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാകും. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് അത് ക്ലിയർ ആയിട്ട് അവിടെ അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്. അപ്പോൾ ജീസസ് വാസ് addressing this sermon, these kingdom principles, to the kingdom kids, exclusively to them, not to the whole world, not to the crowd, not to the multitude out there. പുറത്തുള്ള ആ സമൂഹത്തോടല്ല പറഞ്ഞത്. This is for the kingdom kids, the kingdom principles. സ്വർഗരാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രമാണം എന്താണെന്ന് ദൈവരാജ്യത്തിലെ അംഗങ്ങളോടാണ് ഇത് പറഞ്ഞത്. സ്തോത്രം ആകട്ടെ. അത്രയും പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ ഈ വാക്യത്തില് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പ്രാരംഭമായി പറയുന്ന വാക്കുകൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ വളരെ പെട്ടെന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദയവായി ശ്രദ്ധിക്കുക. ആത്മാവിൽ ദരിദ്രർ ആയവർ ഭാഗ്യവാന്മാർ. ഇതിന്റെ സമാന്തര വേദഭാഗത്ത് നമ്മളിപ്പോൾ വായിച്ചതാകുന്ന ആ വേദഭാഗം നോക്കിയാൽ ഇവിടെ ഈ ദാരിദ്ര്യത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ക്വാളിഫൈ ചെയ്യാതെയാണ് ലൂക്കോസ് എഴുതിയേക്കുന്നത്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്താ അതിന്റെ അർത്ഥം? ദാരിദ്ര്യം എന്നുള്ളത് അല്ലെങ്കിൽ മെറ്റീരിയൽ പോവർട്ടി, അത് അതിൽ തന്നെ ഒരു നല്ല കാര്യമല്ല. ഒരിക്കലും ക്രിസ്തുവോ ശിഷ്യന്മാരോ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു. പിന്നെ എന്താണ് നമ്മുടെ കർത്താവ് ഇവിടെ ദാരിദ്ര്യത്തെ കുറിച്ച്, അങ്ങനെ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പഴയ നിയമ വേദഭാഗങ്ങൾ ഈ തിരുവചന ഭാഗം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പ്രസംഗിക്കുന്നതിനെ കുറിച്ചും, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഇസ്രായേലിൽ എന്താണ് പ്രതീക്ഷിച്ചു
അതുകൊണ്ട് ആ കാര്യം ഇനിയും നമുക്ക് പറയുവാൻ നിർവാഹമില്ല. എങ്കിലും പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ പഴയ നിയമ വേദഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ദരിദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ആദ്യ സന്ദർഭങ്ങളിൽ നിശ്ചയമായിട്ടും മെറ്റീരിയൽ പോവർട്ടിയെ കുറിച്ചാണ്. ദരിദ്രനെ കുറിച്ച് വിശേഷിച്ച് പഴയ നിയമഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഭൗതികമാകുന്ന നിലയിലുള്ള ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നതിന് സംശയമില്ല. എന്നാൽ അങ്ങനെ ദാരിദ്ര്യ അവസ്ഥയിൽ ആയ ആ വ്യക്തികൾക്കൊക്കെ മറ്റേ വേറൊരു ആശ്രയസ്ഥാനവുമില്ല. അവര് ദൈവത്തിങ്കലേക്ക് വന്നു, അവര് ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങി. They have no other help but God. They cling on to Him. അവനെ അങ്ങ് പറ്റിപ്പിടിക്കുവാൻ, അവന്റെ പാദപീഠത്തിലേക്ക് വരുവാൻ, അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ അവരാഗ്രഹിച്ചു. ആ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് 34-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്: ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ ക്ലിയർ ആണ്. This poor man cried and the Lord heard him. അപ്പോൾ മറ്റ് ആശ്രയസ്ഥാനമില്ലാതെ ദൈവം മാത്രം എന്റെ ആശ്രയസ്ഥാനമാകുന്നു എന്ന് തിരിച്ചറിയുന്ന വ്യക്തിയെയാണ് പഴയ നിയമത്തിലും ദരിദ്രൻ എന്ന് വിളിച്ചേക്കുന്നത്. സ്തോത്രം. എളിയവൻ എന്ന് വിളിച്ചേക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യെശയ്യാവിന്റെ പ്രവചനം വളരെ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 41-ാമത്തെ അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തവർക്കൊന്ന് വായിക്കാം. നോക്കുക, എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടുന്നില്ല. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? 18-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ഞാൻ പാഴ്മലകളിൽ നദികളെയും, അതുകൊണ്ട് അവർക്ക് വെള്ളം കിട്ടാതെ അവര് ദാഹിച്ച് വരണ്ട് അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി ദൈവമുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? 18-ാം വാക്യം: ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. നോക്കുക, അവര് ദാഹിച്ച് വരണ്ട് വെള്ളം തിരഞ്ഞു നടക്കുന്നു, ഒരാശ്രയ സ്ഥാനവുമില്ല. ഉടനെ ദൈവം അവർക്ക് വേണ്ടി ഉറവുകളെ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥയെ നന്നായി ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമല്ലാതെ ഞങ്ങൾക്ക് ഒരു ആശ്രയ സ്ഥാനവും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഉറവുകളെ തുറക്കുന്നു. ഇത് തന്നെയാണ് യെശയ്യാവിന്റെ പ്രവചനത്തിൽ തുടർന്നുള്ള അധ്യായങ്ങളിലും നമ്മൾ വായിക്കുന്നത്. 57-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും 66-ാമത്തെ അധ്യായത്തിലും ഒക്കെ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മനോവിനയവും മനസ്താപവും ഉള്ളവരുടെ അടുക്കൽ ഞാൻ ഉയർന്നവനാണ്, ഉന്നതനാണ്, ശാശ്വതവാസിയാണ്, എങ്കിലും ഹൃദയം തകർന്നവന്റെ ഒപ്പം വസിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. 66-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ്. 66-ാം അധ്യായം 1 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനും. നോക്കുക, അരിഷ്ടൻ, പൂർണ്ണൻ, എളിയവൻ, മനസ്സ് തകർന്നവൻ.
എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവൻ. സ്തോത്രം. 61-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദരിദ്രരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. മിശിഹായെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നതാകുന്ന ആ പ്രവചനം യേശു കർത്താവ്, എന്റെ ഓർമ്മ ശരിയെങ്കിൽ, നസ്രയത്തിലെ ആ പള്ളിയിൽ ചെന്ന് ആ പുസ്തകം വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഇന്ന് ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ദരിദ്രന്മാരോട് സദ്വർത്തമാനം അറിയിപ്പാൻ യഹോവയാകുന്ന കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് നിവൃത്തിയായത് ശ്രീയേശു കർത്താവ് വന്ന് അവരുടെ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ നിവൃത്തിയായി. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അന്നുവരെ ഈ പരീശന്മാരും ന്യായശാസ്ത്രിമാരും എല്ലാം അവരുടെ പ്രയത്നം കൊണ്ട്, അവരുടെ ഗുണം കൊണ്ട്, അവരുടെ നല്ല പ്രവൃത്തി കൊണ്ട്, അവരുടെ പാരമ്പര്യം കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം എന്ന് അവർ കരുതിയിരുന്നു. ഇവിടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് വളരെ മനോഹരമാകുന്ന ഈ ചിന്തയെ വ്യക്തമാക്കുന്ന ഒരു ഉപമ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2 വ്യക്തികൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരുവൻ പറയുന്നു, ഞാന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ പിടിച്ചുപറിക്കാരനെ പോലെയോ അധർമ്മിയെ പോലെയോ അല്ല. എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല. ചുങ്കക്കാരെന്ന് ഉദ്ദേശം എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും അവന് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഓ ഗോഡ്, ഹാവ് മെർസി ഓൺ മീ എ സിന്നർ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ അതുവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായി ഒരുങ്ങിയിരുന്നവർ തങ്ങളുടെ പ്രവൃത്തിയും തങ്ങളുടെ പാരമ്പര്യവും തങ്ങളുടെ സമ്പന്നതയും തങ്ങളുടേതാകുന്ന റിലീജിയസ് ഒബ്സർവൻസസിന്റെ ബേസിസിൽ ഞങ്ങൾ ഉപവസിക്കുന്നു, ഞങ്ങൾ ദശാംശം കൊടുക്കുന്നു, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നു എന്ന ധാരണയിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അവരിയ്ക്കുകയാണ്. മറ്റു ചില വ്യക്തികളെന്നറിയാമോ? ചില സീലോട്സ്, എരിവുകാരാകുന്ന ചിലരുണ്ടായിരുന്നു. അവര് ചിന്തിച്ചത് വാളുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാമെന്നാണ്. യേശു അവരുടെ ചിന്തയ്ക്കും വിരാമമിട്ടു. മറ്റു ചിലർ ചിന്തിച്ചിരുന്നത് അവർ യഹൂദന്മാരായിട്ട് പറന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകുമെന്നായിരുന്നു. യേശു പറഞ്ഞു, ഇതുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല, ഒരു പാരമ്പര്യവും കാരണമല്ല, ഒരു യോഗ്യതയും കാരണമല്ല. നാം നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കി, ഒന്നുമില്ലായ്മയെ മനസ്സിലാക്കി, പാപ്പരത്വത്തെ മനസ്സിലാക്കി, പാപത്തിൽ ആഴ്ന്ന അനുഭവത്തെ മനസ്സിലാക്കി കർത്താവിന്റെ പാദത്തിലേക്ക് വീഴുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും അവരുടെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ ചിന്ത നമ്മുടെ പാട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇംഗ്ലീഷില്, Rock of Ages cleft for me, let me hide myself in thee. അതിന്റെ ഒരു വരി ഇങ്ങനെയാണ്, Nothing in my hand I bring,
Simply to thy cross I cling. Naked come to thee for dress, helpless come to thee for dress. Foul I to the fountain fly, save me or I die. Hallelujah. വെറും കൈയായി ഞാൻ അങ്ങ് ക്രൂശിൽ മാത്രം നമ്പുന്നു. നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ നിൻ കൃപ താ. മ്ലേച്ഛനായി വരുന്നിതാ സ്വച്ഛനാക്ക എന്റെ രക്ഷക. എന്റെ പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. സ്വർഗരാജ്യത്തിന്റെ പ്രവേശന കവാടം ആർക്കാണെന്നറിയാമോ? നമ്മുടെ അബദ്ധധാരണയിൽ മൂഢസ്വർഗത്തിൽ ആരും ജീവിക്കരുത്. നാം കൈ പൊക്കിയത് കൊണ്ടോ കാർഡ് സൈൻ ചെയ്തത് കൊണ്ടോ ഒരു കർമ്മമായിട്ട് വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. നമ്മുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി ദൈവമേ എനിക്ക് ആശ്രയമുള്ളെന്നും ഞാൻ പാപിയാണെന്നും ഈ പാപച്ചുമടൊന്നും മാറ്റുവാൻ എന്റെ കർത്താവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയുള്ളെന്നും തിരിച്ചറിയുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. ഈ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗരാജ്യത്തിന്റെ വില എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. പലർക്കും ഇതിന്റെ വില അറിയത്തില്ല. പ്രിയമുള്ളവരെ, പലരും ചിന്തിക്കുന്ന ഒരു വലിയ ബാഗേജും കൊണ്ട് അങ്ങോട്ട് കയറാവുന്ന പറ്റുകയില്ല. കാരണം വാതിൽ ഇടുക്കമുള്ളതാ. വലിയ ബാഗേജും കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വളരെ അനുഗ്രഹീതനാകുന്ന, നമ്മളെക്കാളൊക്കെ പാരമ്പര്യമുള്ളവനാകുന്ന, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, പരീശൻ, ആ തീഷ്ണത കൂടിയപ്പം സഭയെ ഉപദ്രവിച്ചവൻ, ഇതെല്ലാം വലിയ പട്ടിക. ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, പാരമ്പര്യങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഈ പാരമ്പര്യങ്ങളെ എല്ലാം കൂടെ ത്രാസിന്റെ ഒരു സൈഡിൽ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ലെഡ്ജറിന്റെ ഒരു സൈഡിൽ ഇതെല്ലാം നമ്പറിട്ട് എഴുതുന്നു. അടുത്ത കോളത്തിൽ ഒറ്റ കാര്യമേ എഴുതാനുള്ളൂ, ക്രിസ്തു. He makes a careful calculation about that and he comes with a verdict. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്നും എണ്ണുന്നു. കാരണം എന്തെന്നറിയാമോ? ഈ ലോകത്തിലേതൊന്നും ഒന്നും ഒന്നും ക്രിസ്തുവിനെ നേടുന്നതിന്, അവനോട് അനുരൂപമാകുന്നതിന്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയുന്നതിന്, അങ്ങനെ വല്ല വിധേനയും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് തുല്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന വ്യക്തിയാണ് സ്വർഗരാജ്യത്തിലായിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ ദാരിദ്ര്യ അവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിന്റെ വില നമ്മൾ ഗ്രഹിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഒരു മനോഹരമാകുന്ന ഉപമ, പല ഉപമകൾ സ്വർഗരാജ്യത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. സ്വർഗരാജ്യമായിരുന്നു പ്രസംഗ വിഷയം, ദൈവരാജ്യമായിരുന്നു അപ്പോസ്തലന്മാരുടെയും പ്രസംഗ വിഷയം. മത്തായി സുവിശേഷത്തിൽ അതിനെ വളരെ വ്യക്തമാക്കുന്ന ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് കാര്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. നോക്കുക, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? അത് കണ്ടു കഴിഞ്ഞപ്പം അവൻ ചെയ്ത് എന്താണെന്നറിയാമോ? അത് മറച്ചു. സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു. ശ്രദ്ധിക്കണം, എല്ലാം വിറ്റു. എന്നിട്ട്
ആ വയല് വാങ്ങി. ഹല്ലേലൂയ. പലരും കർത്താവിനെ സ്നേഹിക്കാൻ വരുന്നതും സഭായോഗത്തിന് വരുന്നതും അതുകൊണ്ട് ദൈവത്തിന് ഏതാണ്ട് ഫേവർ ചെയ്യുന്നത് പോലെയാണ്, ഇല്ലേ? പലപ്പോഴും നമ്മുടെ സുവിശേഷ യോഗങ്ങളിലും എനിക്ക് തോന്നുന്നു അതിനും അവിടെ നടക്കുന്ന ഓൾട്ടർ കോളിനും ഏതാണ്ടൊക്കെ ഒരു പരിധി വരെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നിന്ന് ഇങ്ങനെ ലേലം വിളിക്കുന്നത് കേൾക്കാം, യേശുവിനെ ഇനി ആർക്കാം വേണ്ടി ആസിഫ് ഒഴിയാച്ചരക്ക് ഇവിടെ ഇരിക്കുകയാണെന്ന നിലയിൽ വാഴ്ത്തപ്പെട്ടവനാണെന്ന് കർത്താവ് ഒരിക്കലും അത് പറഞ്ഞില്ല. അവന്റെ കൂടെ അത്ഭുതം ചെയ്തതാകുന്ന ശിഷ്യന്മാരും അന്നു മുതൽ അവനോടുകൂടെ സഞ്ചരിച്ചില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതുമ്പോഴും കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? 12 പേരെ അവിടെ നോക്കിയിട്ട് നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് അവൻ വാഗ്ദത്തം ചെയ്യുന്ന ഈ സ്വർഗരാജ്യം സകലത്തെക്കാളും വിലയേറിയതാ. ഇതൊരു സൈഡ് ബിസിനസ് അല്ല. പിന്നെയോ ഇത് നമ്മുടെ മെയിൻ ബിസിനസ് ആകത്തക്ക നിലയിൽ അത്ര പ്രാധാന്യമുള്ളതാ. അറിയാമോ? ഈ ലോകത്തിൽ ഇത് വേണം, അതും ഒക്കെ മേടിക്കാനും പിന്നെ മരിച്ചു കഴിയുമ്പോ സ്വർഗത്തിന് പോകണം, ഇതിനു വേണ്ടിയിട്ടാണ് യേശുവിനെ വേണ്ടത്. നോ, കർത്താവ് പറയുന്നു അങ്ങനെയല്ല. പൂർണ്ണമായിട്ടും ഉപേക്ഷിപ്പാൻ മനസ്സുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേ സാർ. കർത്താവിനെ അനുഗമിക്കാൻ ഒത്തിരി പേര് ഓഫർ ചെയ്തു. നമ്മളെക്കാളും വലിയ മിടുക്കന്മാർ ഓഫർ ചെയ്തു, ഞാനും നിന്നെ അനുഗമിക്കാം. ഉടനെ യേശു പറഞ്ഞു, നീ എന്തോ കണ്ടോണ്ട് എന്നെ അനുഗമിക്കുന്നത്? ഇവൻ യേശുവിനെ ആകപ്പാടെ കണ്ടിട്ടുള്ളത് കാനാവിലെ വെള്ളം വീഞ്ഞാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഒക്കെ കണ്ടോണ്ട്. ഉടനെ യേശു പറയുന്ന വാക്ക്, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവയ്ക്ക് അതിന് വിശ്രമിപ്പാനുള്ള സ്ഥലമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. എന്നിട്ട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റേച്ച് ഇങ്ങോട്ട് വന്നേച്ചാ മതി. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ഭയങ്കര സമ്പത്തുള്ളവനാകൊണ്ട് വളരെ വിഷമത്തോടെ മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, നാം നിൽക്കുന്ന ഈ ദൈവകൃപ, ഈ സ്വർഗരാജ്യത്തിന്റെ അനുഭവം, രക്ഷയുടെ അനുഭവം, അത് കുറഞ്ഞ കാര്യമായി കരുതുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് യേശുവിടെ പറയുന്നത്, ആത്മാവിൽ ദരിദ്രർ ആയിരിക്കുന്നവൻ അല്ലെങ്കിൽ ആയിരിക്കുന്നവർ അവരാ ഭാഗ്യവാന്മാർ. അതൊരിക്കൽ മാത്രമല്ല, പിന്നെയോ ഈ അനുഭവത്തിൽ ആയിരിക്കുന്ന സമയം മുഴുവനും ഈ ചിന്ത നമ്മൾ ഉണ്ടാകണം. ഇതിനേറ്റവും നല്ല ഉദാഹരണം അപ്പോസ്തലനായ പൗലോസ് ആദ്യം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 15-ാം അധ്യായം 8-ാം വാക്യമാണെന്നാണ് എന്റെ ഓർമ്മ. അവിടെ ഇങ്ങനെയാ പറയുന്നത്, സകല അപ്പോസ്തലന്മാരെക്കാളും ഞാൻ ചെറിയവനാണെന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എഫേസ്യ ലേഖനം എഴുതുന്നത് കുറച്ചു വർഷങ്ങളൂടെ കഴിഞ്ഞ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 3:8 സകല വിശുദ്ധന്മാരിലും ചെറിയവനായ എനിക്ക്. അത് കഴിഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുന്നത്. 1 തിമോഥെയോസിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എന്നിട്ട് പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ, സ്തോത്രം. തുടങ്ങിയപ്പോൾ ദാരിദ്ര്യം മനസ്സിലാക്കി, യാത്ര തുടരുമ്പോൾ ദാരിദ്ര്യം എത്ര അധികമാണെന്ന് തിരിച്ചറിയുന്നവരാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ സഭയുടെ ചിത്രമെന്ത്? ഇന്നത്തെ സഭയുടെ ചിത്രമെന്തെന്ന്, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനായി നിലവിളക്കുകളുടെ നടുവിൽ
ഉലാവുന്നവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, കാലുകൾ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ ആ ഭയങ്കരനാകുന്ന സൂര്യൻ അതിശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ മുഖമുള്ളവനാകുന്ന തേജസ്സിൽ തേജസ് ധരിച്ചവനാകുന്ന ആ കർത്താവ് സഭയുടെ നടുവിൽ, നിലവിളക്കിന്റെ നടുവിൽ ഉലാവുമ്പോൾ ഈ കാലഘട്ടത്തിലെ സഭയുടെ അവസ്ഥയെ കുറിച്ച് അവർ പറയുന്നു. യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ 3-ാം അധ്യായം അതിന്റെ അവസാന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 17-ാം വാക്യത്തിൽ അവിടെ ലവോദിക്യ സഭയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. എന്നാൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ ധനവാനാണെന്നുള്ള നിന്റെ ചിന്ത മാത്രമല്ല കുഴപ്പം. നീ നഗ്നനാണെന്നും കുരുടനാണെന്നും നീ ഏറ്റവും അരിഷ്ടനാണെന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിൽ നീ ദൈവവചനത്തിൽ നിന്നും അകന്നുപോയി. ഹല്ലേലൂയ. ഇന്നത്തെ സഭയുടെ ചിത്രം ഇതാണ്. അവരുടെ ചിന്ത എന്താണെന്നറിയാമോ? എല്ലാമുണ്ട്, എല്ലാമുണ്ട്, ഐ ആം ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ലെന്നാണ് ചിന്ത. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല. നീ ദരിദ്രനും കുരുടനും അരിഷ്ടനുമാണെന്ന് മാത്രമല്ല, അത് തിരിച്ചറിയാൻ പോലും നിനക്ക് കഴിയാതെ ഇരിക്കുന്നു. അതാണ് എന്റെ പ്രശ്നം. എന്റെ പ്രിയരെ, ഈ നൂറ്റാണ്ടിൽ ഈ സന്ദേശം ലഭിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, ഞാൻ പറയുന്നത് തലേ കൈവച്ചിട്ട് വാനല്ല തലയാകുമെന്ന് പറയുന്ന ടിപ്പിക്കൽ പ്രവാചകന്മാരെ പോലെ അതിനെ കുറിച്ചല്ല പറയുന്നത്. The true prophets of God have been praying that God would raise prophets of God who would tell what is needed for us. ഇന്ന് ഈ സന്ദേശം കേൾക്കാനില്ല. ഇന്ന് നമ്മെ സന്തോഷിപ്പിച്ചു പോകുന്ന വാക്കുകളാണ് നമുക്ക് വേണ്ടത്. എന്നാൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നീ തിരിച്ചറിയാതെ ഇരിക്കുന്നു. അതാണ് എന്റെ പ്രശ്നം. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നവൻ ഭാഗ്യവാൻ, അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. വേറൊരു സഭയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു സഭയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളവിടെ കാണുന്നു. അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ വായിക്കുന്നു. സ്മുർണ സഭയെ കുറിച്ച് പറയുന്നു. 9-ാം വാക്യം ദയവായിട്ട് പെട്ടെന്ന് വായിക്കും. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഹല്ലേലൂയ. നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. നീ ദരിദ്രയാണെന്ന് നിനക്കും അറിയാം. അതുകൊണ്ട് നീ വാസ്തവത്തിൽ ധനവാനാണെന്ന് അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് കർത്താവ് നമ്മെ ശോധന ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? നമ്മുടേതാകുന്ന പ്രയത്നങ്ങൾ, നമ്മുടേതാകുന്ന നല്ല നടപ്പിൽ, ലോകമയത്വത്തിൽ മയങ്ങി സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളില് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. വിശ്വസിച്ചാലും എടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, തെറ്റാകാം ശരിയാകാം. You are the jury. You pass a verdict on that. Medieval timesൽ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്തായിരുന്നെന്ന് അറിയാമോ? ഈ പുസ്തകം സാധാരണ ജനങ്ങളുടെ കൈ കൊടുക്കാതിരിക്കുക. പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം, അവർക്ക് മാത്രമാണ് ഇത് വായിക്കാനും വ്യാഖ്യാനിക്കാനും അധികാരം സഭയും സ്റ്റേറ്റും കൊടുത്തിരുന്നത്. എന്നാൽ വില്യം ടിൻഡേൽ
തുടങ്ങിയ അനേക ഭക്തന്മാർ അവരുടെ ജീവൻ ബലി കഴിച്ച് സാധാരണക്കാർക്ക് പുസ്തകം അവൈലബിൾ ആക്കി. പുസ്തകം അവൈലബിൾ ആയപ്പോഴാണ് ഉണർവ് ആരംഭിച്ചത്. ആ ഉണർവിന്റെ തീജ്വാലകൾ കെട്ടടങ്ങി. ഇന്ന് സംഭവിച്ചതെന്താണെന്നറിയാമോ? ഇന്ന് പിശാച് വേറൊരു വലിയ തന്ത്രം കൊണ്ടാണ് സഭയിൽ വന്നേക്കുന്നത്. അന്നത്തെ തന്ത്രം അതായിരുന്നു, പുസ്തകം കൊടുക്കാതിരിക്കുക. എന്നാൽ ഇന്നത്തെ തന്ത്രം എന്താണെന്നറിയാമോ? പുസ്തകം അവിടെ ഇരിക്കും, പുസ്തകത്തിലേതല്ല പ്രസംഗിക്കുന്നത്. ഈ ലോകത്തിന്റെ ചിന്തകളിൽ നമ്മെ കുരുക്കിയിടുന്ന, ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മിൽ നിറയ്ക്കുന്ന കപടവചനങ്ങൾ പ്രസംഗിച്ച് ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരുപാട് പൈശാചിക ഏജന്റ്സ്മാർ ഇന്ന് ഈ അന്ത്യകാല സഭയിലുണ്ട്. Believe it or not, accept it or not, I don't care, but I speak the truth. I know I speak the truth. കർത്താവിലേക്ക് നമ്മെ നയിക്കുന്നു. എന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് എന്നോട് പറയുന്നു, എന്റെ പോവർട്ടിയെ കുറിച്ച് എന്നോട് പറയുന്നു. വചനങ്ങൾ എനിക്ക് കേൾക്കണം. Oh God, raise up prophets in these last days. Hallelujah. അങ്ങനെയുള്ള പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാനായി ദൈവസഭ പ്രാർത്ഥിക്കുന്നു. Prophets of God who will care nothing, who will fear nothing but God. Praise the Lord. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, അവന് സ്വർഗരാജ്യം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പകൽ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുവെങ്കിൽ നമ്മെ തന്നെ ദൈവവാദപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. വാസ്തവമാകുന്ന ബിബ്ലിക്കൽ റിവൈവലിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് കർത്താവേ, എന്റെ അരിഷ്ടത ഞാൻ മനസ്സിലാക്കും, എന്റെ ഒന്നുമില്ലായ്മ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മറ്റുള്ളവരെക്കാളും ബെറ്റർ ഓഫ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഞാൻ ഏറ്റവും താഴ്ന്നവനാണെന്നും എനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്നും നിന്റെ കൃപ 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 ഇതല്ലാതെ ഒന്നും എനിക്ക് ഹല്ലേലൂയ ആശ്രയിക്കാനില്ലെന്നുമുള്ള ബോധ്യത്തോടുകൂടി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വീഴുമോ അവരെ ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ആ ഹൃദയങ്ങളിൽ ഒരു റിവൈവൽ ആരംഭിക്കും. ദൈവസഭയിൽ ഒരു റിവൈവൽ ആ നിലയിൽ മാത്രമേ ആരംഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ, തനിക്കുള്ളവരെ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ, ഒരു വലിയ പുരുഷാരത്തെ ചേർക്കാൻ നല്ല കർത്താവ് വരുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഹല്ലേലൂയ, വിളിക്കും. ആ നാളിൽ എന്റെ പേരും കാണുമോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഉറപ്പാക്കാം. ദൈവവാദപരത്തിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ നല്ലൊരാൾക്ക് ദയവായി പ്രാർത്ഥിക്കാം. Glory to God, glory to God. Thank you, Jesus. Glory to God. Praise the Lord. Hallelujah. Glory to God. Praise the Lord.